യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം അധ്യായം 54. പുതിയ ജെറുസലേം. കർത്താവ് അരുളിച്ചെയ്യുന്നു, ഒരിക്കലും പ്രസവിക്കാത്ത വന്ധ്യയെ പാടിയാർക്കുക, പ്രസവവേദന അനുഭവിക്കാത്തവളെ ആഹ്ലാദത്തോടെ കീർത്തനം ആലപിക്കുക. ഏകാകിനിയുടെ മക്കളാണ് ഭർത്തൃമതികളുടെ മക്കളെക്കാൾ അധികം. നിന്റെ കൂടാരം വിസ്തൃതമാക്കുക, അതിലെ തിരശീലകൾ വിരിക്കുക, കയറുകൾ ആവുന്നത്ര അയച്ച് നീളം കൂട്ടുക, കുറ്റികൾ ഉറപ്പിക്കുകയും ചെയ്യുക. നീ ഇരുവശത്തേക്കും അതിര് ഭേദിച്ച് വ്യാപിക്കും. നിന്റെ സന്തതികൾ രാജ്യങ്ങൾ കൈവശപ്പെടുത്തുകയും വിജന നഗരങ്ങൾ ജനനിബിഡമാക്കുകയും ചെയ്യും. ഭയപ്പെടേണ്ട, നീ ലജ്ജിത ആവുകയില്ല, നീ അപമാനിതയും ആവുകയില്ല. നിന്റെ യൗവനത്തിലെ അപകീർത്തി നീ വിസ്മരിക്കും, വൈധവ്യത്തിലെ നിന്ദനം നീ ഓർക്കുകയുമില്ല. നിന്റെ സൃഷ്ടാവാണ് നിന്റെ ഭർത്താവ്, സൈന്യങ്ങളുടെ കർത്താവ് എന്നാണ് അവിടുത്തെ നാമം. ഇസ്രായേലിൻ്റെ പരിശുദ്ധനാണ് നിന്റെ വിമോചകൻ. ഭൂമി മുഴുവൻ്റെയും ദൈവം എന്ന് അവിടുന്ന് വിളിക്കപ്പെടുന്നു. പരിത്യക്തയായ യൗവനത്തിൽ തന്നെ ഉപേക്ഷിക്കപ്പെട്ട ഭാര്യയെപ്പോലെ സന്തപ്ത ഹൃദയയായ നിന്നെ കർത്താവ് തിരിച്ചു വിളിക്കുന്നു എന്ന് നിന്റെ ദൈവം അരുളി ചെയ്യുന്നു. നിമിഷ നേരത്തേക്ക് നിന്നെ ഞാൻ ഉപേക്ഷിച്ചു, മഹാകരുണയോടെ നിന്നെ ഞാൻ തിരിച്ചു വിളിക്കും. കോപാധിക്യത്താൽ ക്ഷണനേരത്തേക്ക് ഞാൻ എൻ്റെ മുഖം നിന്നിൽ നിന്ന് മറച്ചു വെച്ചു. എന്നാൽ അനന്തമായ സ്നേഹത്തോടെ നിന്നോട് ഞാൻ കരുണ കാണിക്കും എന്ന് നിന്റെ വിമോചകനായ കർത്താവ് അരുളി ചെയ്യുന്നു. നോഹയുടെ കാലം പോലെയാണ് ഇത് എനിക്ക്. അവൻ്റെ കാലത്തെന്ന പോലെ ജലം ഭൂമിയെ മൂടുകയില്ലെന്ന് ഞാൻ ശപഥം ചെയ്തിട്ടുണ്ട്. അതുപോലെ നിന്നോടൊരിക്കലും കോപിക്കുകയോ നിന്നെ ശാസിക്കുകയോ ചെയ്യുകയില്ലെന്ന് ഞാൻ ശപഥം ചെയ്തിരിക്കുന്നു. നിന്നോട് കരുണയുള്ള കർത്താവ് അരുളി ചെയ്യുന്നു. മലകൾ അകന്നുപോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, എന്നാൽ എൻ്റെ അചഞ്ചലമായ സ്നേഹം നിന്നെ പിരിയുകയില്ല. എൻ്റെ സമാധാന ഉടമ്പടിക്ക് മാറ്റം വരികയുമില്ല. പീഡിപ്പിക്കപ്പെട്ടവളും മനസ്സുലഞ്ഞവളും ആശ്വാസം ലഭിക്കാത്തവളുമേ, ഇന്ദ്രനീലം കൊണ്ട് അടിസ്ഥാനമിട്ട് അഞ്ജനക്കല്ലുകൊണ്ട് നിന്നെ ഞാൻ നിർമ്മിക്കും. ഞാൻ നിൻ്റെ താഴികക്കുടങ്ങൾ പത്മരാഗം കൊണ്ടും വാതിലുകൾ പുഷ്യരാഗം കൊണ്ടും ഭിത്തികൾ രക്തം കൊണ്ടും നിർമ്മിക്കും. കർത്താവ് നിൻ്റെ പുത്രരെ പഠിപ്പിക്കും, അവർ ശ്രേയസാർജിക്കും. നീതിയിൽ നീ സുസ്ഥാപിതയാകും. മർദ്ദനഭീതി നിന്നെ തീണ്ടുകയില്ല, ഭീകരത നിന്നെ സമീപിക്കുകയില്ല. ആരെങ്കിലും അക്രമം ഇളക്കിവിട്ടാൽ അത് ഞാനായിരിക്കുകയില്ല. നിന്നോട് കലഹിക്കുന്നവൻ നീ മൂലം നിലം പതിക്കും. തീക്കനലിൽ ഊതി ആയുധം നിർമ്മിക്കുന്ന ഇരുമ്പ് പണിക്കാരനെ സൃഷ്ടിച്ചത് ഞാനാണ്. നാശമുണ്ടാക്കാൻ കൊള്ളക്കാരെ ഞാൻ സൃഷ്ടിച്ചിട്ടുണ്ട്. കർത്താവ് അരുളി ചെയ്യുന്നു. നിന്നെ ഉപദ്രവിക്കാൻ ഉണ്ടാക്കിയ ഒരായുധവും ഫലപ്രദമാവുകയില്ല. നിനക്കെതിരെ വിധി പ്രസ്താവിക്കുന്ന എല്ലാ നാവുകളെയും നീ ഖണ്ഡിക്കും. കർത്താവിൻ്റെ ദാസരുടെ പൈതൃകവും എൻ്റെ നീതി നടത്തലുമാണ് ഇത്. പ്രിയ ദൈവജനമേ, ബാബിലോണിയൻ പ്രവാസത്തിൻ്റെ കഠിനമായ വേദനയിൽ കഴിഞ്ഞിരുന്ന ഇസ്രായേൽ ജനതയ്ക്ക് പ്രത്യാശയുടെ പൊൻകിരണങ്ങൾ നൽകിക്കൊണ്ടാണ് ഈ 54-ാം അധ്യായം ആരംഭിക്കുന്നത് തന്നെ. മക്കളില്ലാത്തവളും ഉപേക്ഷിക്കപ്പെട്ടവളുമായ ഒരു സ്ത്രീയുടെ രൂപകത്തിലൂടെ ശൂന്യമായി കിടക്കുന്ന ജെറുസലേം ജനത്തെ കൊണ്ട് നിറയുമെന്ന് ദൈവം പ്രവചിക്കുന്നു. അസീറിയൻ ബാബിലോണിയൻ ഭീഷണികൾക്കിടയിൽ പതറി നിന്ന ജനതയോട് നിന്റെ കൂടാരത്തിൻ്റെ സ്ഥലം വിശാലമാക്കുക എന്ന പ്രവാചകൻ ആഹ്വാനം ചെയ്യുന്നത് ദൈവത്തിൻ്റെ വലിയ പദ്ധതിയെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ്. ഇസ്രായേലിൻ്റെ ഈ ദുരവസ്ഥ താൽക്കാലികമാണെന്നും അവിടുത്തെ സ്നേഹം നിത്യമാണെന്നും യെശയ്യാ പ്രവാചകൻ തൻ്റെ ദർശനത്തിലൂടെ തറപ്പിച്ച് പറയുന്നു. താൻ ഉപേക്ഷിച്ചുവെന്ന് കരുതിയ ജനത്തെ ഇരട്ടി വാത്സല്യത്തോടെ ചേർത്ത് പിടിക്കുന്ന ഒരു സ്നേഹമുള്ള വാത്സല്യമുള്ള പിതാവിൻ്റെ ഹൃദയമാണ് ചരിത്രപരമായ ഈ പശ്ചാത്തലത്തിൽ നാം കാണുക. പ്രവാസത്തിൻ്റെ കരിനിഴലിൽ നിന്ന് വിമോചനത്തിൻ്റെ വെളിച്ചത്തിലേക്ക് അവരെ നയിക്കുന്ന പ്രത്യാശയുടെ സന്ദേശമാണിത്. ദൈവഹിതത്തിന് പൂർണ്ണമായി കീഴ്വഴങ്ങുന്ന യെശയ്യാ പ്രവാചകൻ്റെ ധീരവും ദയാപൂർണവുമായ വ്യക്തിത്വമാണ് ഈ അധ്യായത്തിൽ ഉടനീളം നിഴലിക്കുന്നത്. ജനത്തിൻ്റെ പാപത്തിൽ അവിടുന്ന് ദുഃഖിതനാണെങ്കിലും ദൈവത്തിൻ്റെ ഉടമ്പടി വിശ്വസതയെക്കുറിച്ച് പ്രഘോഷിക്കാൻ അദ്ദേഹം തെല്ലും മടി കാണിക്കുന്നില്ല. അല്പനേരത്തേക്ക് ഞാൻ നിന്നെ ഉപേക്ഷിച്ചു, എന്നാൽ വലിയ കരുണയോടെ ഞാൻ നിന്നെ തിരികെ വരുത്തും എന്ന വചനം ദൈവത്തിൻ്റെ ശിക്ഷയ്ക്കല്ല, മറിച്ച് മാറ്റമില്ലാത്ത സ്നേഹത്തിനാണ് പ്രാധാന്യം നൽകുന്നത്. നോഹയുടെ കാലത്തെ വെള്ളപ്പൊക്കത്തിന് ശേഷം നൽകിയ വാഗ്ദാനം പോലെ ദൈവം തൻ്റെ ജനത്തോട് സമാധാനത്തിൻ്റെ ഉടമ്പടി ഉറപ്പിക്കുകയാണ് ക്രിസ്തുവിലൂടെയുള്ള സഭയുടെ സ്ഥാപനത്തെയും സഭയാകുന്ന മണവാട്ടിയെ
ക്രിസ്തു സ്നേഹിക്കുന്നതിനെയും മുൻകൂട്ടി കാണുന്ന ഒരു പ്രവചനമാണ് ഇത്. ശിക്ഷാവിധി അനിവാര്യമാണെങ്കിലും അത് ശുദ്ധീകരണത്തിനുള്ള വഴിയാണെന്ന് യെശയ്യാ പ്രവാചകൻ തൻ്റെ അചഞ്ചലമായ വിശ്വാസത്തിലൂടെ നമുക്കോരോരുത്തർക്കും ഇന്ന് കാട്ടിത്തരുന്നു. പ്രിയ സഹോദര സഹോദരി, ആധുനിക ലോകത്തിലെ പാപ സാഹചര്യങ്ങളിലും അനീതികളിലും ഉടലുന്ന വിശ്വാസികൾക്ക് യെശയ്യായുടെ ഈ വാക്കുകൾ വലിയൊരു പാഠമാണ് നൽകുക. ദൈവനീതിയെ അവഗണിക്കുന്ന ലോകത്തിനു മേൽ അവിടുത്തെ നീതിപൂർവമായ വിധി വരാനിരിക്കുന്നുവെന്ന് നാം തിരിച്ചറിയണം. നമ്മുടെ കുടുംബങ്ങളിലും സമൂഹത്തിലും ഉണ്ടാകുന്ന പ്രതിസന്ധികൾ ദൈവത്തിൽ നിന്ന് അകന്നു പോയതിൻ്റെ ഫലമാണോ എന്ന് നാം ആത്മശോധന ചെയ്യേണ്ടിയിരിക്കുന്നു. എന്നാൽ ഈ വചനം നമ്മെ നിരാശപ്പെടുത്തുന്നില്ല. പ്രത്യുത അനുതാപത്തിലൂടെ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരാൻ നമ്മെ നിരന്തരം പ്രേരിപ്പിക്കുന്നു. കർത്താവായ യേശുവിൻ്റെ രണ്ടാം വരവിനായി ഒരുങ്ങുന്ന ഈ അന്ത്യകാല നിമിഷങ്ങളിൽ നമ്മുടെ ജീവിതമാകുന്ന കൂടാരത്തെ വിശുദ്ധിയാൽ വിശാലമാക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ലോകത്തിൻ്റെ പ്രലോഭനങ്ങളെ അതിജീവിച്ച് പിതാവായ ദൈവത്തിൻ്റെ സമാധാന ഉടമ്പടിയിൽ വിശ്വസിച്ച് ജീവിക്കാൻ നാം ഓരോരുത്തരും ഇന്ന് വിളിക്കപ്പെട്ടിരിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, യേശുക്രിസ്തുവിൻ്റെ മഹത്വപൂർണമായ രണ്ടാം വരവിനായുള്ള ഈ കാത്തിരിപ്പിൽ ഈ പ്രവചനം, ഈ അധ്യായത്തിലെ പ്രവചനം നമ്മുടെ ആത്മീയ ഒരുക്കത്തിന് ഊർജം പകരുന്നു. കർത്താവിൻ്റെ വധുവായ സഭയെ അവിടുന്ന് തേടി വരുമ്പോൾ കുറ്റമറ്റവരും വിശുദ്ധരുമായി അവിടുത്തെ മുൻപിൽ നിൽക്കാൻ നാം ഓരോരുത്തരും, നിങ്ങളും ഞാനും തയ്യാറെടുക്കണം. സകല ആയുധങ്ങളെയും നിഷ്ഫലമാക്കുന്ന ദൈവത്തിൻ്റെ സംരക്ഷണം അവിടുത്തെ ദാസന്മാർക്ക് ലഭിക്കും എന്ന വാഗ്ദാനം നമുക്ക് വലിയ ധൈര്യം നൽകുന്നു. പാപത്തിന്മേലുള്ള അന്തിമ വിജയം ക്രിസ്തുവിലൂടെ ഉറപ്പാണെന്ന സത്യം നമ്മുടെ വിശ്വാസയാത്രയിൽ പ്രകാശമായി മാറട്ടെ. ഇന്ന് നിങ്ങളും ഞാനും അനുഭവിക്കുന്ന സഹനങ്ങൾ വരാനിരിക്കുന്ന നിത്യമഹത്വവുമായി താരതമ്യം ചെയ്യാൻ പോലും ആവാത്തതാണെന്ന് നാം തിരിച്ചറിയണം. അതുകൊണ്ട് പ്രത്യാശ കൈവിടാതെ കർത്താവിൻ്റെ വിരുന്നിനായി നമുക്ക് ഒരുങ്ങാം. അവിടുത്തെ നിത്യമായ കൃപ നമ്മെ തീർച്ചയായും വഴി നടത്തും. സർവശക്തനായ ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെയും തൻ്റെ തിരുക്കുമാരൻ്റെ തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിച്ച് പരിശുദ്ധാത്മാഭിഷേകത്താൽ നിറയ്ക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.